ഹായ് ഓൾ, ഞാൻ ബബിത. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടിയഞ്ചൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ വീട്ടിൽ? എന്നാൽ നമുക്ക് അവരെ കൊണ്ട് ഇടിയഞ്ചൊക്കെ കഴിപ്പിച്ചാലോ, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രൂപത്തിൽ. അപ്പോൾ നമുക്ക് ഇടിയഞ്ചൊക്കെ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. പലർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഇടിച്ചക്ക നന്നായി കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടുപ്പത്ത് വയ്ക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്വല്പം ജീരകം പൊട്ടിക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. കൂടാതെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നാൽ മതി, ഒരുപാട് അങ്ങ് മൊരിയിച്ച് കരിച്ച് കളയണ്ട. ഓക്കെ, ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് വേവിച്ച് ഇടിച്ച് നന്നായി ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുള്ള ഇടിയഞ്ചക്ക, പിന്നെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സായി വരണം. കുഴച്ച് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഉരുളകളാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉരുളയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഷേപ്പാക്കി എടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഷേപ്പാക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് 2 ഷേപ്പാണ് ഞാൻ ചെയ്തത്, ഒന്ന് ഓവൽ ഷേപ്പും ഒന്ന് റൗണ്ട് ഷേപ്പും. ഇത് കുറച്ചൊന്ന് മോയിസ്റ്റായിപ്പോയി. ഇത്രയും മോയിസ്റ്റ് ആയാൽ നമുക്കതൊന്ന് ഷേപ്പാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇത് കോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് നന്നായി ഒന്നിങ്ങനെ കലക്കിയെടുക്കാം. കൂടാതെ ഞാനെടുത്തത് റസ്കിൻ്റെ പൊടിയാണ്. അപ്പോൾ റസ്ക് എടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ അത് നന്നായി പൊടിഞ്ഞ് കിട്ടി. അപ്പോൾ ആദ്യം മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റസ്കിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കി പൊരിക്കൊന്നും വേണ്ട. ഇത് ഉള്ളിലെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് ഒന്ന് ആ കോട്ടിംഗ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, എനിക്കിങ്ങനെ എണ്ണ ഒരുപാട് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിശുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയണം കേട്ടോ.